ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മൂവി തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് 10ാമത്തെ ദിവസം ഈ ഒരു ചിത്രം ഇന്നും ബോക്സ് ഓഫീസിൽ കെടാതെ ആളിക്കത്തിപ്പടരുകയാണ്. സിനിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 9 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത് 63ഓളം കോടി രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി വേർഷന് ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസ് മെനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു. വളരെ ശുഭകരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഹിന്ദിയിലെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത്തരത്തിൽ മലയാള സിനിമകളെ ഹിന്ദിക്കാരൊന്നും യാതൊരുവിധ മൈൻഡും ചെയ്യാറില്ല. അവിടെയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ വേറിട്ടൊരു സ്ഥാനം ഹിന്ദി നാട്ടിലും നേടിയെടുത്തിരിക്കുന്നു. ഹിന്ദി വേർഷന് ടോട്ടലി 7th ഡേ കൊണ്ട് 25 ലക്ഷം രൂപ മാത്രമാണ് നേടാൻ സാധിച്ചത് നോർത്ത് ഇന്ത്യയിൽ നിന്നും. 8ാമത്തെ ദിവസം 29 ലക്ഷം രൂപയാണ് 8ാമത്തെ ദിവസം മാത്രം വെള്ളിയാഴ്ച ഈ ഒരു സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചത്. സെക്കൻഡ് വീക്ക് മുതലാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൂട്ടിയപ്പോൾ മാർക്കോ എന്ന സിനിമയ്ക്ക് ഹിന്ദി വേർഷന് ബോക്സ് ഓഫീസിൽ കത്തിപ്പടരാൻ സാധിച്ചത് എന്നാണ് കളക്ഷന്റെ ഗതി അനുസരിച്ച് നാം മനസ്സിലാക്കുന്നത്. 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച മാത്രം ഈ ഒരു സിനിമയ്ക്ക് ഹിന്ദി വേർഷനിൽ നേടാൻ സാധിച്ചത് 70 ലക്ഷത്തോളം രൂപ. അങ്ങനെ സിനിമയ്ക്ക് ടോട്ടലി 9 ദിവസങ്ങൾ കൊണ്ട് 1,24,00,000 എത്തപ്പെടാൻ സാധിച്ചു. അതിൽ ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ 2 ദിവസങ്ങളെ കൊണ്ടാണ് 1 CR ഈ ഒരു സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചത്. ഇന്ന് ഞായറാഴ്ച 10ാമത്തെ ദിവസം വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി വേർഷൻ മാർക്കോ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ മാത്രം 70 ലക്ഷത്തോളം രൂപ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 10ാമത്തെ ദിവസം സ്പെഷ്യൽ ഞായറാഴ്ച എന്തായാലും ഒരു 1 CR നേടുമെന്ന് തന്നെയാണ് ഹിന്ദി വേർഷന്റെ ഇപ്പോഴത്തെ ട്രാക്കിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സിനിമയുടെ ടോട്ടൽ കളക്ഷനോട് കൂടെ സിനിമ 70 CR ഇടം പിടിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ 35 CR എത്തുമെന്നാണ് കാൽക്കുലേഷനിൽ നിന്നും മനസ്സിലാവുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ചിത്രം എന്നാണ് 100 CR ഇടം പിടിക്കുക എന്നുള്ളത്. 100 CR ഇടം പിടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഹിന്ദി വേർഷൻ തൂക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു തൂക്ക് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ചിത്രം 100 CR ഇടം പിടിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദി വേർഷന്റെ GCC റിലീസ് 1ാം തീയതിയാണ്. അന്നേ ദിവസം തന്നെ ചിത്രത്തിന്റെ തെലുങ്ക് വേർഷനും റിലീസ് ആവുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അവിടെയും സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചാൽ ഇപ്പോൾ ഹിന്ദി നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഓളം തെലുങ്ക് വേർഷനും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ചിത്രത്തിന്റെ ഹിന്ദി വേർഷന്റെയും തെലുങ്ക് വേർഷന്റെയും മലയാള വേർഷന്റെയും കോൺട്രിബ്യൂഷൻ കൂട്ടിയാൽ 100 CR ഇടം പിടിക്കാൻ മാർക്കോ എന്ന ചിത്രത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് ചിത്രത്തെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത്. വലിയൊരു ഓളമായിട്ട് നമ്മുടെ മാർക്കോ പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിക്കും അത് ഗുണകരം തന്നെയാണ്. മലയാളത്തിലെ മറ്റ് സിനിമകൾ വരുന്ന സമയത്തും ഇതുപോലെ ഡബ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വളരെ വലിയ താല്പര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയ വിജയം തന്നെയാണ് മാർക്കോ എന്ന സിനിമക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വലിയ സിനിമകൾ ഇനിയും മലയാളത്തിൽ നിന്നും സംഭവിക്കട്ടെ. മാർക്കോ ഇനിയും വളരെ വലിയ വലിയ വിജയങ്ങളും ഉയരങ്ങളും വരും ദിവസങ്ങളിൽ കീഴടക്കട്ടെ. എന്താണ് മാർക്കോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.